ഖുർആൻ പഠന പരമ്പരയിൽ ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഖുർആനിലെ 23-ാമത്തെ സൂറത്തുൽ മുഅ്മിനൂൻ ആണ് ചർച്ചയ്ക്കെടുക്കുന്നത്. 118 വാക്യങ്ങളുള്ള ഈ അധ്യായവും പതിവ് പോലെ മക്കയിലെ അവസാന കാലത്ത് അവതരിപ്പിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിലെ ആദ്യത്തെ 10-11 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിലുള്ള ഈ 10 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഖുർആൻ്റെ വ്യാഖ്യാതാക്കളും ഇസ്ലാമിൻ്റെ പ്രചാരകരുമൊക്കെ അവകാശപ്പെടുന്നത്. നബി തന്നെ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഈ അധ്യായത്തിലെ ആദ്യത്തെ 10 വാക്യങ്ങൾ ശരിയായി ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിച്ചാൽ ഓരോ മുസ്ലിമിനും സ്വർഗം ഉറപ്പാണ് എന്നാണ് പറയുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ ഈ അധ്യായത്തിലെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാനും വാക്യങ്ങളാണ് എന്നെ ഇസ്ലാമിൻ്റെ സ്വർഗം വേണ്ട എന്ന തീരുമാനത്തിലേക്കും ഈ ഇസ്ലാം എന്ന മതവും ഖുർആൻ എന്ന ഗ്രന്ഥവും മനുഷ്യവിരുദ്ധമാണ് എന്ന തീരുമാനത്തിലേക്കും നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ഞാൻ എൻ്റെ 18-ാമത്തെ വയസ്സിൽ ആദ്യമായി ഖുർആൻ്റെ മലയാള പരിഭാഷ എടുത്ത് വായിക്കുമ്പോൾ അത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും എൻ്റെ വിശ്വാസം ഏതാണ്ട് ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിൽ പറയുന്ന ഏതാനും വാക്യങ്ങൾ വായിച്ചപ്പോഴാണ് എനിക്ക് വിശ്വാസം നഷ്ടപ്പെടുക എന്നതിനപ്പുറത്തേക്ക് എൻ്റെ ധാർമ്മികമായ രോഷം ഈ മതത്തിനും ഈ ഗ്രന്ഥത്തിനും എതിരായിട്ട് തിളച്ചു മറിയുകയും ഇതിനെ വെറുതെ വിട്ടുകൂടാ, ഇത് അബദ്ധമാണ്, ഇത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയണം എന്ന ഒരു വല്ലാത്ത ചിന്ത എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടത്. ആ ആത്മരോഷം അന്ന് ആളിക്കത്തിയ അതേ നിലയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ നിലയിലോ ഇന്ന് ഈ 67-ാമത്തെ വയസ്സിലും എൻ്റെ ഉള്ളിൽ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആദ്യത്തെ 10 വാക്യങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാനും വാക്യങ്ങളിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ നബി പറയുന്നത് ഈ 10 വാക്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ അവർക്ക് സ്വർഗം ഉറപ്പാണ് എന്നാണ്. എന്തായാലും ആ സ്വർഗം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയതിന് പ്രധാന കാരണം ഈ അധ്യായത്തിലെ ആദ്യത്തെ ഈ 10 വാക്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ അധ്യായത്തിലെ ആദ്യത്തെ 10-11 വാക്യങ്ങളൊന്ന് വായിച്ച് പോവാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ എന്നാണ് മുസ്ലിങ്ങൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്നാൽ അന്ധവിശ്വാസികൾ എന്നാണ് ഞാൻ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്നാണ് അർത്ഥം. ആമന വിശ്വസിക്കുക, മുഅ്മിനൂൻ വിശ്വസിച്ചവർ. എന്ത് വിശ്വസിച്ചവർ? കണ്ണും പൂട്ടി ഒരു കള്ളക്കഥയിൽ, ഒരു പൊട്ടക്കഥയിൽ വിശ്വസിച്ചവരെയാണ് ഇവിടെ സത്യവിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. മുഅ്മിനൂൻ എന്നതിന് അവർ നൽകുന്ന അർത്ഥം അതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് സത്യവിശ്വാസമല്ല, ഇത് അസത്യവിശ്വാസമാണ്, അന്ധവിശ്വാസമാണ് എന്ന് എനിക്ക് തീർച്ചയായത്, എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി, ഉയർന്ന കോൺഫിഡൻസോടു കൂടി തന്നെ ഇത് അസത്യമാണ് എന്ന് ബോധ്യപ്പെട്ടത് ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ഏതാനും വാക്യങ്ങൾ വായിച്ചതോടു കൂടിയാണ്. ഇതിൽ പറയുന്നത് ഒരു വിശ്വാസി വിജയിച്ചു കഴിഞ്ഞു, രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് രക്ഷപ്പെടുക എന്ന് വിവരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വിശ്വാസി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് സ്വർഗം കിട്ടാൻ ആ വിശ്വാസി ചെയ്യേണ്ടത് എന്നാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവർ, നിസ്കാരത്തിൽ ഭക്തിയും വിനയവും കാണിക്കുന്നവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വിജയം നേടി സ്വർഗത്തിലെത്തുന്നതിന് വേണ്ടി ഒരു വിശ്വാസി കൈക്കൊള്ളേണ്ട ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഭക്തിപൂർവം വിനയപൂർവം നിസ്കരിക്കുക എന്നതാണ്. നബിയോ അല്ലെങ്കിൽ നബിയോടൊപ്പമുള്ളവരോ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ വേണ്ടത്ര ഒരു മാനസിക ശ്രദ്ധ കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിക്കൊണ്ടും വർത്താനം പറഞ്ഞുകൊണ്ടും മറ്റു പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടുമൊക്കെ നിസ്കരിച്ച സമയത്ത്
അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. നിസ്കരിക്കുമ്പോൾ മനസ്സ് പൂർണ്ണമായും ദൈവത്തിൽ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഭക്തിപൂർവ്വം നിസ്കരിക്കണം എന്ന് ആണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ സബബുൻ നുസൂലായിട്ട് വാഹിദി തഫ്സീറിൽ പറയുന്നത്, നബി തന്നെ നിസ്കരിക്കുമ്പോൾ മേലോട്ട് ആകാശത്തേക്കൊക്കെ നോക്കാറുണ്ടായിരുന്നു എന്നും അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നുമാണ്. എന്ന് വെച്ചാൽ നബി ആകാശത്തേക്ക് നോക്കിയിരുന്നത് തടയാൻ വേണ്ടിയിട്ട് അങ്ങനെ നിസ്കരിക്കരുത് എന്ന് നബിയോട് അള്ളാഹു ഉപദേശിച്ചതാണോ, അതോ ഇനി നബി ആകാശത്തേക്ക് നോക്കിയാണ് നിസ്കരിച്ചിരുന്നത്, അതുകൊണ്ട് ബാക്കിയുള്ളവരും അങ്ങനെ തന്നെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ എന്നറിയില്ല. അതൊന്നും ഈ സബബുൻ നുസൂലിൽ വ്യക്തമായിട്ട് പറയുന്നില്ല. നബി ആകാശത്തേക്ക് നോക്കി നിസ്കരിച്ചിരുന്നു, അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് വാഹിദി തഫ്സീറിൽ പറയുന്നത്. അനുയായികളായിട്ടുള്ള ആളുകൾ വർത്തമാനം പറയുകയും ഇടത്തോട്ടും വലത്തോട്ടും തിരിയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിസ്കരിച്ചപ്പോഴും നബി ഇത് പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഏതായാലും നിസ്കാരത്തിൽ വളരെയധികം ശ്രദ്ധ വേണമെന്നും നിസ്കാര സമയത്ത് മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കരുത് എന്നുമാണ് ഈ പറയുന്നത്. ഇതിൻ്റെ ചില വളരെ ഭീകരമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ അടുത്ത കാലത്ത് വാട്സപ്പിലും മറ്റും ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അത് സത്യമാണോ എന്നറിയില്ല. ഒരു പള്ളിയിൽ ഒരു ഇമാമ് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ സുജൂദ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച് മലർന്ന് വീഴുന്നു. അപ്പോൾ കൂടെ നിന്ന് നിസ്കരിക്കുന്നവർ ആ മരിച്ചു വീഴുന്ന മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ അവരുടെ നിസ്കാരം തുടരുന്നതും നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം അയാളെ പോയി എടുക്കുന്നതും അപ്പോഴേക്ക് അയാൾ മരിച്ചു കിടക്കുന്നതും ആയിട്ടുള്ള ഒരു രംഗം വീഡിയോ തന്നെ ഈ വാട്സപ്പിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വിശ്വാസികളത് പ്രചരിപ്പിക്കുന്നത് അത്രയും ശ്രദ്ധ വേണം. നിസ്കാരത്തിൽ ഒരാൾ കൂടെയുള്ളവർ സുജൂദിൽ മരിച്ചു വീണാൽ പോലും അയാളെ തിരിഞ്ഞു നോക്കാനോ അയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനോ ഒന്നും നിൽക്കരുത്, ആ നിസ്കാരത്തിൽ തന്നെ നമ്മൾ മുഴുകണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. നോക്കൂ എത്ര അപകടകരമാണെന്നുണ്ട്. ഒരു കൂട്ടത്തോടെ നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് അറ്റാക്ക് വന്ന് അയാൾ വീണാൽ അയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകി അയാൾ ആശുപത്രിയിൽ എത്തിക്കുക, അതല്ല തങ്ങളുടെ നിസ്കാരം പൂർത്തിയാക്കുക എന്നുള്ളതാണ് കടമ എന്നാണ് പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഖുർആനിലെ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് സ്വർഗം. അപ്പോൾ കൂടെ നിസ്കരിക്കുന്ന ഒരാൾ അറ്റാക്ക് വന്ന് വീണാൽ അയാളെ ആശുപത്രിക്ക് കൊണ്ടുപോയാൽ സ്വർഗം കിട്ടില്ല. മറിച്ച് നിസ്കാരം തുടർന്നു കൊണ്ട് അയാളെ ഒന്ന് ശ്രദ്ധിക്കാതെ ആ നിസ്കാരം പൂർത്തിയാക്കാൻ സ്വർഗം കിട്ടും എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇനി നിസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് കൂടെ കുറച്ച് കോമഡി ഉള്ളത് കൊണ്ട് ഞാനിവിടെ കാണിക്കാം. ഇതിൽ പറയുന്നത്, നബി പറയുകയാണ്, നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് അത്തറും രണ്ടാമത്തേത് പെണ്ണും. പിന്നെ നബിയുടെ കണ്ണുകളെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിസ്കാരവും എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പോൾ നബി ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു കാര്യം നിസ്കാരമാണെന്നും നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് അത്തറും മറ്റൊന്ന് പെണ്ണും ആണ് എന്നുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നബിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഇഷ്ടപ്പെടേണ്ടത് എന്ന പാഠവും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളൊക്കെ ഈ അത്തറിനും സുഗന്ധം പൂശുന്നതിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അത് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു. പിന്നെ പെണ്ണിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല, അതും നബിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിലും മുസ്ലിങ്ങൾ പൊതുവെ വളരെ മുന്നിലാണ്. പിന്നെ നിസ്കാരം, ഈ മൂന്ന് കാര്യങ്ങളിലും നമുക്ക് ഏറെ പ്രിയമുണ്ടാവുക എന്നതും നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഇബ്നു കസീർ ഈ രണ്ടാമത്തെ ആയത്തിന് വിശദീകരണമായിട്ട് കൊടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി 3, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, ലഗ്വിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകളും. ലഗ്വ് എന്ന് പറഞ്ഞാൽ വ്യർത്ഥമായ കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ വിശദീകരണങ്ങൾ തഫ്സീറുകളിൽ കാണുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഷിർക്കാണ് എന്നും പിന്നെ ഷിർക്കിൻ്റെ കൂടെ ഇസ്ലാം നിരോധിച്ചിട്ടുള്ള പാപകർമ്മങ്ങളാണ് എന്നും അതുകൊണ്ട് ഷിർക്കിൽ നിന്നും പാപങ്ങളിൽ നിന്നുമൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുക എന്നതാണ് വിജയം നേടാനുള്ള ഏറ്റവും വലിയ
ഒരു കാര്യമെന്നും ഇവിടെ പറയുന്നു. ഇപ്പോൾ ശിർക്ക് ചെയ്യാതിരിക്കുക, ഇസ്ലാം പാപമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, പിന്നെ അനാവശ്യമായിട്ടുള്ള അർത്ഥശൂന്യമായിട്ടുള്ള വർത്താനം പറച്ചിലുകൾ, കാര്യങ്ങൾ പറച്ചിൽ, നുണ പറയലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. എന്നിട്ട് അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ സ്വർഗം ഉറപ്പാണ് എന്നാണ് ഈ 3-ാം വാക്യത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. ഇനി 4-ാമത്തെ വാക്യം, വല്ലദീനഹും ലി സക്കാത്തി ഫായിലൂൻ, സക്കാത്ത് ചെയ്യുന്നവരും എന്നാണ് അതിൻ്റെ അർത്ഥം. ദാനം ചെയ്യുക എന്നാണ് പൊതുവിൽ ഈ സക്കാത്ത് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ തർക്കം നടക്കുന്നുണ്ട്. കാരണം ഈ ആയത്ത് ഇറങ്ങിയത് മക്കയിലാണ് എന്നും മക്കയിൽ അങ്ങനെ നിർബന്ധ സക്കാത്തൊന്നും അടിച്ചേൽപ്പിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും നിർബന്ധിത കർമ്മങ്ങളും ഒന്നും മക്കയിൽ നബി അല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് ഇവിടെ ഹൃദയശുദ്ധീകരണം എന്ന അർത്ഥം മാത്രമാണ്, ആത്മശുദ്ധീകരണം എന്ന അർത്ഥം മാത്രമാണ് ഇവിടെ സക്കാത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുമൊക്കെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. പ്യൂരിഫിക്കേഷൻ ഓഫ് സോൾ എന്നാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾ മക്കയിലാണെങ്കിൽ പോലും അത് സക്കാത്ത് കൊടുക്കാൻ തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഇസ്ലാമിലെ സക്കാത്ത് എന്ന് പറയുന്നത് നല്ല കോമഡിയാണ്. അതിൽ ഏതൊക്കെ വരുമാനത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നിടത്ത് വളരെയധികം കോമഡികളുണ്ട്. ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നിടത്ത് അതിനേക്കാളും വലിയ കോമഡി ഉണ്ട്. അത് നമ്മൾ ബോബനും മോളിയും പഴം വിറ്റ ഒരു തമാശയുണ്ട്. ബോബനും മോളിയും കൂടെ ഒരു പഴക്കൊലയും കൊണ്ട് ചന്തയിലേക്ക് പറഞ്ഞേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് വിൽക്കേണ്ടതെന്ന് അമ്മ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോബനൊരു പഴം വേണം എന്ന് തോന്നുകയാണെങ്കിൽ മോളിയുടെ കയ്യിൽ 10 പൈസ കൊടുത്തിട്ട് ബോബൻ ആ പഴം എടുത്തു കൊടുക്കാൻ പാടുള്ളൂ എന്ന് മോളിയോടും, തിരിച്ച് മോളിക്കൊരു പഴം വേണമെന്നുണ്ടെങ്കിൽ മോളി 10 പൈസ ബോബൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വേണം കൊടുക്കാൻ എന്നുമാണ് അമ്മ പറഞ്ഞു വിടുന്നത്. എന്ന് വെച്ചാൽ കസ്റ്റമറായിട്ട് വരുന്ന ആൾക്കാർ പൈസ തന്നതിന് ശേഷം പഴം കൊടുക്കാവൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ബോബനെയും മോളിയെ തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ അവർ പോയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഒരു 10 പൈസയ്ക്ക് ഒരു പഴം വിറ്റ്, എന്നിട്ട് ആ 10 പൈസ ബോബൻ മോളിയുടെ കയ്യിൽ കൊടുക്കും, ഒരു പഴം എടുത്ത് തിന്നു. തിരിച്ച് പിന്നെ അതേ 10 പൈസ മോളി ബോബൻ്റെ കയ്യിൽ കൊടുക്കും, ഒരു പഴം എടുത്ത് അവളും തിന്നു. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കിന് പഴക്കൊല മുഴുവൻ തീർന്ന് 10 പൈസയുണ്ട്. ആ 10 പൈസയും കൊണ്ട് വീട്ടിലേക്ക് അവർ മടങ്ങിപ്പോകുന്നതാണ് തമാശ. ഏതാണ്ട് ഇതുപോലെയാണ് ഇസ്ലാമിലെ സക്കാത്ത് പറയുന്നത്. ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറയുന്നിടത്ത് പറയുന്നത് നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് തന്നെ കൊടുത്താൽ മതി എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കുക, ഭാര്യ എനിക്ക് സക്കാത്ത് തരിക, അങ്ങനെ സക്കാത്ത് അവനവൻ്റെ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മതി എന്നാണ് അതിലൊരു കോമഡി. ഇനി എത്രയാണ് കൊടുക്കേണ്ടത് അത് എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് ഇന്ന് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 2.25% സക്കാത്ത് കൊടുക്കണമെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബി അവിടുത്തെ ഒരു ഗോത്രത്തലവനായി അവിടെ ഒരു ഭരണാധികാരിയായി ഒരു രാഷ്ട്രമൊക്കെ സ്ഥാപിച്ച് ഭരണം നടത്തുന്ന സമയത്തും ഇന്നത്തെ പോലെയുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ടാക്സേഷൻ സംവിധാനങ്ങളൊന്നും അന്നില്ല. പക്ഷെ നമ്മളിന്ന് ജീവിക്കുന്ന ഒരു ലോകത്ത് വ്യവസ്ഥാപിതമായ ടാക്സ് വ്യവസ്ഥ അനുസരിച്ച് നമ്മളിന്ന് വരുമാനമുള്ള ആളുകൾ, സമ്പന്നരായിട്ടുള്ള ആളുകൾ പരിഷ്കൃത രാജ്യങ്ങളിൽ 45%, 30% വരെ ഇൻകം ടാക്സ് മാത്രം കൊടുക്കണം. ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ 45%ആണ് ഇൻകം ടാക്സ് വാങ്ങിക്കുന്നത്. അമേരിക്കയിൽ 40%ആണ് സമ്പന്നരിൽ നിന്ന് ഇൻകം ടാക്സ് വാങ്ങിക്കുന്നത്. ഇന്ത്യയിൽ 30%ആണ് ഇൻകം ടാക്സ് വാങ്ങിക്കുന്നത്, ഏറ്റവും ഒരു വരുമാനം കൂടിയ ആളുകൾ. പിന്നെ വരുമാനം കുറഞ്ഞതിനനുസരിച്ച് ടാക്സിൻ്റെ റേറ്റ് കുറഞ്ഞ് ഒരു നിശ്ചിത വരുമാനത്തിൽ താഴെയുള്ളവർ ടാക്സ് കൊടുക്കേണ്ട, അങ്ങനെയുള്ളൊരു വ്യവസ്ഥയാണ് ഇന്ത്യയിലൊക്കെ നിലവിലുള്ളത്. എന്ന് വെച്ചാൽ സമ്പന്നരിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കി ദരിദ്രരിൽ നിന്ന് നികുതി വാങ്ങാതെ ഈ ഈടാക്കുന്ന പണം കൊണ്ട് ദരിദ്രരുടെ ക്ഷേമത്തിനും നാടിൻ്റെ പൊതുവികസനത്തിനും ഒക്കെ ആ പണം ചെലവഴിക്കുക എന്ന വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു രീതിയാണ് ഇന്ന് പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ അവലംബിക്കുന്നത്. അവിടെ ഇൻകം ടാക്സ് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ താമസിക്കുന്ന വീടിന് നികുതി കൊടുക്കണം, നമ്മുടെ കൈവശമുള്ള ഭൂമിക്ക് നികുതി കൊടുക്കണം, നമ്മൾ തൊഴിൽ ചെയ്യുന്നതിന് തൊഴിൽ നികുതി കൊടുക്കണം, നമ്മൾ ആഡംബര ജീവിതം നയിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആഡംബരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും വലിയ തോതിലുള്ള ടാക്സ് കൊടുക്കണം. നിത്യോപയോഗ സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള ഓരോ സാധനങ്ങളും വാങ്ങുമ്പോൾ നമ്മളതിന് ടാക്സ് കൊടുക്കണം.
അതിൽ തന്നെ നമ്മൾ കുറച്ച് ആഡംബരം ആയിട്ട് വാങ്ങുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ സോപ്പും പേസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെന്ന് വെച്ചാൽ വലിയ ഒരു ശതമാനം നമ്മൾ ടാക്സ് കൊടുക്കണം. അങ്ങനെ നമ്മൾ നിത്യം ജീവിതത്തിന് വേണ്ടി എന്തൊക്കെ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെലവഴിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ അതിൻ്റെ ഒരു നിശ്ചിത വിഹിതം സർക്കാരിന് നികുതി കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വരുമാനമായി കിട്ടുന്ന കാശിൻ്റെ പകുതിയിൽ കൂടുതലും നമ്മൾ നികുതിയായിട്ട് 50%-ലേറെയും നമ്മൾ നികുതിയായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് നൽകുകയാണ്. ആ കിട്ടുന്ന കാശ് കൊണ്ടാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നാടിൻ്റെ പൊതുവായ വികസനത്തിനും ജനങ്ങളുടെ പൊതുവായ ക്ഷേമത്തിനും ദാരിദ്ര്യം അകറ്റുന്നതിനും മറ്റു തരത്തിൽ സേവനം ആവശ്യമുള്ള മേഖലകളിലേക്കും ഒക്കെ തിരിച്ചു വിടുന്നത് ഈ പൈസയാണ്. അപ്പോൾ ഒരു ആധുനിക സാമൂഹിക വ്യവസ്ഥയ്ക്കകത്ത് വ്യവസ്ഥാപിതമായ ടാക്സ് സംവിധാനം നിലനിൽക്കുന്നിടത്ത് ഈ 2.25% ചക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് വീമ്പ് പറയാൻ മാത്രം വലിയൊരു കാര്യമല്ല. അതൊക്കെ എത്രയോ നിസ്സാരവും ബാലിശവും കാലഹരണപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്തെ വഞ്ചിക്കുകയും ടാക്സ് വെട്ടിപ്പ് നടത്തുകയും യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് നൽകേണ്ട ടാക്സും കാര്യങ്ങളും കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ലാഭം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ ശതമാനം എടുത്തിട്ടാണ് പലരും ചക്കാത്ത് കൊടുക്കുന്നത്. അവിടെ സാമൂഹ്യ ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യത ഇതാണ്, ഇത്രയേ ഉള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ നക്കാപ്പിച്ച സക്കാത്ത് കൊടുത്ത് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ശ്രമിക്കുന്നവരാണ് വിശ്വാസികൾ. അപ്പോൾ വിശ്വാസം മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ യഥാർത്ഥ ധാർമ്മിക ബോധവും യഥാർത്ഥ സാമൂഹ്യ ബോധവും യഥാർത്ഥ പൗരബോധവും അല്ല സൃഷ്ടിക്കുന്നത്, മറിച്ച് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഒരു പഴുതായിട്ട് ദൈവത്തിന് ഇത്രേ ആവശ്യമുള്ളൂ എന്ന രീതിയിൽ മനുഷ്യനെ കൂടുതൽ അശാസ്ത്രീയതയിലേക്കും തെറ്റായ പ്രവണതകളിലേക്കും നയിക്കുകയാണ് ഈ മതങ്ങൾ എഴുതി വച്ചിട്ടുള്ള ഇതുപോലുള്ള ബാലിശമായ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത 2-3 വാക്യങ്ങളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എൻ്റെയൊക്കെ ഈമാൻ തന്നെ കളഞ്ഞതും എൻ്റെയൊക്കെ മനസ്സിൽ ഈ മതത്തോടും ഈ ഖുർആനോടും ഇതെഴുതി കൊടുത്തയച്ചു എന്ന് പറയുന്ന അള്ളാഹുവിനോടുമൊക്കെ കടുത്ത ധാർമ്മിക രോഷം തന്നെ ഉളവാക്കുകയും ചെയ്ത വാക്യങ്ങളാണ് ഇനി വായിക്കാൻ പോകുന്നത്. 5-ാമത്തെ വാക്യം, വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിലൂൻ, തങ്ങളുടെ ഫർജുകളെ കാത്തു സൂക്ഷിക്കുന്നവരും. ഫർജുകൾ എന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനങ്ങൾ അഥവാ ലൈംഗിക ചാരിത്രം, ലൈംഗിക പരിശുദ്ധി എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫർജ് എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവം എന്നാണ് അർത്ഥം. പെണ്ണുങ്ങളുടെ യോനിക്കാണ് ഫർജ് എന്ന് പറയുക. ആ ഫർജ് കൈകാര്യം ചെയ്ത ആണുങ്ങളുടെ അവയവത്തിനും ഇവിടെ ഫർജ് എന്നാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തങ്ങളുടെ ഫർജിനെ കാത്തു സൂക്ഷിക്കുന്നവരും വിജയം നേടിക്കഴിഞ്ഞു എന്നാണ് ഈ പറഞ്ഞത്. വിജയം നേടിക്കഴിഞ്ഞ വിശ്വാസികളുടെ ലക്ഷണങ്ങളാണ് വിവരിക്കുന്നത്. അതിൽ 5-ാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവർ എന്നാണ്. ഇനി എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്, അതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, തങ്ങളുടെ അസ്വാജുകളുടെ കാര്യത്തിലൊഴികെ. അസ്വാജുകൾ എന്ന് പറഞ്ഞാൽ ഭാര്യമാർ, സ്ഥിരം ഭാര്യമാരും താൽക്കാലിക ഭാര്യമാരും ഒക്കെ ഉൾപ്പെടും. നിങ്ങൾ എന്ന് പറഞ്ഞ് അള്ളാഹു സംബോധന ചെയ്യുന്ന നിങ്ങൾ ആരാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിലെല്ലാ മനുഷ്യന്മാരും പെടുന്നില്ല, അതിൽ പുരുഷന്മാർ മാത്രമേ പെടുന്നുള്ളൂ. എല്ലാ പുരുഷന്മാരും പെടുന്നില്ല. ഏത് പുരുഷന്മാരെ പെടുന്നുള്ളൂ? സ്വതന്ത്രരായിട്ടുള്ള പുരുഷന്മാർ മാത്രമേ അതിൽ ഉൾപ്പെടുന്നുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ നിയമങ്ങളൊക്കെ പറയുന്നത്, മനുഷ്യരാശിക്ക് മൊത്തം വേണ്ടിയിട്ടല്ല. ഇനി ഇല്ലാല അസ്വാജിഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഔ മാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അതുകൂടാതെ തങ്ങളുടെ വലങ്കൈകൾക്കുടമപ്പെട്ടവരെയും ഒഴികെ. ആരാണ് ഈ വലങ്കൈകൾക്കുടമപ്പെട്ടവർ? നമ്മൾ വിലക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള, അതല്ലെങ്കിൽ നമുക്ക് യുദ്ധത്തിന് പോയ സമയത്ത് തടവുകാരായിട്ട് ഓഹരി വെച്ച് കിട്ടിയിട്ടുള്ള, അതല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മൾ വീട്ടിൽ പാർപ്പിച്ചു വരുന്ന അടിമ സ്ത്രീകൾ, അവരാണ് നമ്മുടെ വലങ്കൈകൾക്ക് ഉടമപ്പെട്ടവർ. അപ്പോൾ ആരാണ് നമ്മൾ? ഉടമയായ പുരുഷൻ. അപ്പോൾ അതിനകത്ത് അടിമയായ പുരുഷനും വരുന്നില്ല, അടിമയായ സ്ത്രീയും വരുന്നില്ല,
അടിമയല്ലാത്ത സ്ത്രീയും വരുന്നില്ല. ഈ പറയുന്ന നിങ്ങൾ എന്ന് പറഞ്ഞ് ഖുർആൻ സംബോധന ചെയ്യുന്നത് സ്വതന്ത്രരായിട്ടുള്ള പുരുഷന്മാർ മാത്രമാണ്. അവരോടാണ് പറയുന്നത്, നിങ്ങളുടെ ഭാര്യമാരും അതുകൂടാതെ നിങ്ങളുടെ വലങ്കൈകൾക്ക് ഉടമപ്പെട്ട നിങ്ങളുടെ അടിമ സ്ത്രീകളും അത്രയും കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ പ്രയോജനപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് നിശ്ചയമായും അവർ ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാകുന്നു. ഫ ഇന്നഹും ഗൈറു മലൂമീൻ. ആരാണ് ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തത്? ഭാര്യമാരുമായിട്ടും അടിമ സ്ത്രീകളുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ഒരു തരത്തിലും ആക്ഷേപിക്കപ്പെട്ടുകൂടാ. അള്ളാഹ്ക്ക് യാതൊരു ആക്ഷേപവും ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ അടിമ സ്ത്രീകളെ വെപ്പാട്ടികളായി ഭോഗിക്കുന്നതിൽ അള്ളാഹ്ക്ക് യാതൊരു ആക്ഷേപവുമില്ല എന്നാണ് ഈ ഖുർആൻ വാക്യത്തിലൂടെ നമ്മളോട് അള്ളാഹ് പറയുന്നത്. അപ്പോൾ ആരാണ് നിങ്ങൾ? സ്വതന്ത്രരായ പുരുഷന്മാർ. നമ്മളുടെ ഗുഹ്യസ്ഥാനം നമ്മുടെ ഭാര്യമാരുടെ കാര്യത്തിലും നമ്മുടെ അടിമ സ്ത്രീകളുടെ കാര്യത്തിലും ഒഴികെ ഉപയോഗിച്ചാൽ നമ്മൾ വ്യഭിചാരികളായി തീരും. അങ്ങനെ ചെയ്താൽ നമുക്ക് സ്വർഗം കിട്ടൂല. മറിച്ച് നിങ്ങളുടെ ഭാര്യമാരുമായിട്ടും നിങ്ങളുടെ അടിമ സ്ത്രീകളുമായിട്ടും യഥേഷ്ടം ബന്ധപ്പെട്ടോളൂ. നിങ്ങൾക്ക് യാതൊരു ആക്ഷേപവും എൻ്റെ വകയില്ല എന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. ഫമനിബ്തഗ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ആരെങ്കിലും പോകുന്നതായാൽ അവർ അതിരുവിട്ടവരാണ്. ഈ പറഞ്ഞ ലിസ്റ്റിന് പുറത്തേക്ക് നിങ്ങൾ പോയിട്ട് അതിരുവിട്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾ അതിരുവിട്ടവരാണ്, നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല എന്നാണ് പറയുന്നത്. ഈ വാക്യങ്ങളാണ് എൻ്റെ ഈമാനിൻ്റെ കടക്ക് തന്നെ കത്തിവെച്ച് കളഞ്ഞത്. ഈമാൻ നഷ്ടപ്പെടുക മാത്രമല്ല, ഈ അള്ളാഹുവിനോടും ഈ അള്ളാഹുവിൻ്റെ കിതാബിനോടും ഈ മതത്തോടും ധാർമ്മികമായ രോഷം എൻ്റെ മനസ്സിൽ ഇതാദ്യം ഈ കിതാബ് വായിച്ച സമയത്ത് തന്നെ ആളിക്കത്താൻ കാരണമായതും ഈ ഒരു വാക്യമാണ്. ഇതുപോലുള്ള വാക്യങ്ങൾ ഇനിയും ഒരുപാട് ഖുർആനിൽ വരുന്നുണ്ട്. അതിൽ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ വാക്യമാണ്. ഇത് വായിച്ചതോടുകൂടിയാണ് ഇത് പടച്ചോൻ എഴുതിയ പുസ്തകമല്ല എന്നും ഇത്രയും നെറികെട്ട വർത്താനമൊന്നും ഒരു പടച്ചോൻ പറയാൻ ഒരു സാധ്യതയുമില്ല എന്ന തീരുമാനത്തിൽ ഞാൻ എത്തുന്നത്. ആ തീരുമാനത്തിൽ അന്ന് എത്തിയതിൽ ഒരു മാറ്റവും പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നീട് ഇതിൻ്റെയൊക്കെ ചരിത്രവും ഇതിൻ്റെയൊക്കെ മറ്റ് വിശദാംശങ്ങളിലേക്കും കടന്നു ചെന്നപ്പോൾ അള്ളാഹുവിൻ്റെ വെളിപാടുമൊക്കെ ഇതിനേക്കാളൊക്കെ എത്രയോ വൾഗറാണ് എന്ന് കൂടുതൽ മനസ്സിലാക്കാനാണ് അവസരം കിട്ടിയത്. അതൊക്കെ നമുക്ക് മറ്റ് സന്ദർഭങ്ങളിൽ പറയാം. മുമ്പ് ഒരുപാട് കാര്യങ്ങളിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും നമുക്ക് പറയുകയും ചെയ്യാം. ഇനി ഈ ഒരു കാര്യത്തിൽ ഇസ്ലാമിൻ്റെ ഇന്നത്തെ ആളുകൾ ഈ ഖുർആൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി പേനയും കടലാസും എടുത്ത ആധുനിക കാലത്തെ വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരുമൊക്കെ അവരുടെ മനസാക്ഷിയുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് നടത്തുന്ന ഉരുളലുകളാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആഭാസകരമായ കോമാളിത്തം എന്ന് പറയുന്നത്. ഇത് മനുഷ്യത്വരഹിതമാണ് എന്ന് ഏതൊരു യാഥാസ്ഥിതിക മതവിശ്വാസിയുടെയും മനസാക്ഷി പറയുന്നുണ്ട്. എന്നാൽ ഇത് അള്ളാൻ്റെ കിതാബാണ് എന്ന വിശ്വാസം, എന്ന ഈമാൻ അങ്ങോട്ട് കൈവടിയാൻ വയ്യ. അതേസമയത്ത് ഇതിൽ പറയുന്ന ഈ ഒരു ധാർമ്മികത ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. അത് വലിയൊരു ധാർമ്മിക പ്രതിസന്ധി ഇസ്ലാമിക വിശ്വാസികളുടെ മനസാക്ഷിയിൽ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ വിശ്വാസികളുടെയും കാര്യമല്ല, കാരണം ഇതൊക്കെ പഠിക്കാൻ ശ്രമിച്ച, ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പണ്ഡിതന്മാരുടെയൊക്കെ കാര്യമാണ് ഞാനീ പറയുന്നത്, വ്യാഖ്യാതാക്കളുടെ കാര്യം. ആ മനസാക്ഷിക്കകത്തെ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഉരുണ്ടുമറിയലുകൾ വലിയ ഒരു തമാശയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ ഇവിടെ മലക്കത്തു അയ്മാനുക്കും എന്ന് പറഞ്ഞത്, നിങ്ങളുടെ വലങ്കൈകൾക്ക് ഉടമപ്പെട്ടവർ എന്ന് പറഞ്ഞത് അടിമകളെ ഉദ്ദേശിച്ചേ അല്ല എന്നൊക്കെ പച്ചക്കള്ളം അറിഞ്ഞുകൊണ്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇത് അടിമകളാണ് എന്ന കാര്യം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വയ്യ. എങ്ങനെ ഇതൊക്കെ പടച്ചോൻ പറയുമോ, അടിമകളെ ഭോഗിക്കാനൊക്കെ ഒരു പടച്ചോൻ പറയുമോ എന്ന് അവരുടെ മനസാക്ഷി പറയുകയാണ്. കാരണം അവർ ഉൾക്കൊള്ളുന്ന ഒരു ധാർമ്മിക ബോധം എന്ന് പറയുന്നത് ആ ലോകത്തെ അടിമത്വമൊക്കെ ഇല്ലാതാവുകയും മനുഷ്യൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തിന്മ, മനുഷ്യനും തമ്മിലുള്ള സാമൂഹിക ബന്ധത്തെയാണ് മനുഷ്യൻ
ശരിതെറ്റുകളുടെയും നന്മതിന്മകളുടെയും ഒക്കെ അടിസ്ഥാന മാനദണ്ഡമായിട്ട് ഇന്ന് എടുക്കുന്നത്. ആ മാനദണ്ഡം എടുത്ത് ചിന്തിച്ചാൽ നമുക്ക് ഏവർക്കും മനസ്സിലാവും മനുഷ്യൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ തിന്മ, പാപം എന്ന് പറയുന്നത് അടിമത്തമാണ്. ഇവിടെ ആ പാപത്തിൻ്റെ ഉള്ളിലെ അതിനേക്കാളും വലിയ പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. അടിമത്തം എന്ന മഹാപാപത്തിൻ്റെ ഉള്ളിൽ അടിമത്തത്തിലൂടെ നടക്കുന്ന ലൈംഗിക ചൂഷണത്തെയാണ് ഇവിടെ ന്യായീകരിക്കുന്നത്. അപ്പോൾ അടിമത്തം തന്നെ തെറ്റാണ്, അടിമത്തത്തിൻ്റെ ഉള്ളിലുള്ള ലൈംഗിക ചൂഷണം അതിനേക്കാളും വലിയ തെമ്മാടിത്തമാണ്. അങ്ങനെ ഒരു തെമ്മാടിത്തത്തെ, മനുഷ്യന് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു തിന്മയെ ഇവിടെ ലാഘവത്തോടെ ന്യായീകരിക്കുക മാത്രമല്ല, എനിക്ക് യാതൊരു ആക്ഷേപവും ഇല്ല കേട്ടോ എന്ന രീതിയിൽ വളരെ പരിഹാസ്യമായ രീതിയിലാണ് ഇതിനെ ഈ ഖുർആൻ നമ്മുടെ മുമ്പിൽ ന്യായീകരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത പണ്ഡിതന്മാരാണ് ഇവിടെ കടന്ന് ഉരുളുന്നത്. അങ്ങനെ പണ്ഡിതന്മാരിൽ ചിലർ ഇത് അടിമത്തത്തെക്കുറിച്ചല്ല എന്ന് പറയാൻ ശ്രമിക്കുകയും, എന്നാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഖുർആൻ ആകെ തുമ്പില്ലാതാവും, ഖുർആനും ഹദീസും ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രവും ഇസ്ലാമിൻ്റെ ചരിത്രവും ആകെ കുളമാകുമെന്നറിയാവുന്നത് കൊണ്ടും ആ പറയുന്നതിൽ യാതൊരു ശരിയുമില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടും വേറെ ചില പണ്ഡിതന്മാർ ഇങ്ങനെയുള്ളവർക്ക് മറുപടിയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആ മറുപടി പറയുന്ന പണ്ഡിതന്മാരും അടിമത്തം തെറ്റാണ് എന്ന് സ്വന്തം മനസാക്ഷി അവരെയും വേട്ടയാടുന്നത് കൊണ്ട് അവർ കിടന്ന് ഉരുളുന്നത് അങ്ങനെ അടിമത്വം ആ കാലത്ത് വളരെ സർവ്വസാധാരണമായിരുന്നത് കൊണ്ട് ഒറ്റയടിക്ക് അള്ളാഹിൻ്റെ റസൂലിനും അള്ളാഹ്ക്കും അതങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉരുളുകയാണ്. എന്നിട്ട് അടിമത്തം ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാൻ നടപടി സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളം പറയാണ്. ആ പച്ചക്കള്ളം മാത്രമല്ല, അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തത്തെ തന്നെ തകിടം മറിക്കുന്ന വിരോധാഭാസമാണ് പറയുന്നത്. കാരണം ഘട്ടം ഘട്ടമായിട്ട് ഒരു തിന്മ ഇല്ലാതാക്കാൻ വേണ്ടി വന്ന ആദ്യത്തെ ഘട്ടമല്ല ഖുർആനും മുഹമ്മദ് നബിയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം അനുസരിച്ച്, മറിച്ച് 1,24,000 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ലോകാവസാനം വരേക്കും അവസാനത്തെ എല്ലാം പൂർത്തിയാക്കി ആണിയടിച്ച് സീല് വെച്ച ഒടുക്കത്തെ കിതാബാണ് ഖുർആൻ, ഒടുക്കത്തെ നബിയാണ് മുഹമ്മദ്. അപ്പോൾ ആ ഒടുക്കത്തെ കിതാബിൽ ഒടുക്കത്തെ നബിയിലൂടെ അള്ളാഹു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ വള്ളി പുള്ളി കുത്തുകോമ മാറ്റാതെ ലോകാവസാനം വരെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. ഇത് പറയുന്ന അതേ ആളുകൾ തന്നെയാണ് അതിന് നേരെ വിരുദ്ധമായിട്ട് മുഹമ്മദ് നബി വന്നത് 1-ാം ഘട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നും, ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ ആദ്യത്തെ ഘട്ടം നബി നടപ്പിലാക്കി പോയിട്ടുണ്ട് എന്നും, എന്നാൽ ആ ആദ്യ ഘട്ടം പോലും ഖുർആനിൽ എവിടെയും കാണാനില്ലാത്തത് അള്ളാഹ്ക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഖുർആനിൽ അടിമത്തം തെറ്റാണ് എന്നതിൻ്റെ ഒരു സൂചന പോലും എവിടെയും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, അടിമപ്പെണ്ണിനെ ഭോഗിക്കുന്നതിൽ എനിക്ക് യാതൊരു ആക്ഷേപവുമില്ല എന്നാണ് അള്ളാഹു എന്ന ദൈവം ഒരു ഉളുപ്പുമില്ലാതെ എഴുതി വച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മനസ്സിൽ അടിമത്തം എന്ന് പറയുന്നൊരു സംഭവം തെറ്റാണ് എന്ന ഒരു ബോധം ഉദിച്ചിട്ടേയില്ല. എന്നാൽ ഇവർ പറയുന്നത് അടിമകളെ മോചിപ്പിക്കുക എന്നത് ഒരു പുണ്യകർമ്മമാണ് എന്ന് ഖുർആനിൽ ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് അത് അടിമത്തമില്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആദ്യഘട്ടമാണ് എന്നാണ് ഇവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അത് പച്ചക്കള്ളമാണ്, ചരിത്രവിരുദ്ധമാണ്. അടിമകളെ മോചിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിമത്തം ഇല്ലാതാക്കുക എന്നല്ല, മറിച്ച് അടിമകൾ ഒരു സ്വകാര്യ സ്വത്തായിരുന്നു, ഓരോരുത്തരുടെയും വിലപ്പെട്ട ഒരു സ്വകാര്യ മുതലായിരുന്നു, സമ്പത്തായിരുന്നു അടിമ എന്ന് പറയുന്നത്. ഏതുപോലെ ഒട്ടകങ്ങൾ പോലെ, ആടുകൾ പോലെ, അല്ലെങ്കിൽ തോട്ടം പോലെയുള്ള ഓരോരുത്തരുടെയും സ്വകാര്യ സമ്പത്തായിരുന്നു അടിമകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടകങ്ങളെ ദാനം ചെയ്യുക അല്ലെങ്കിൽ ഒട്ടകങ്ങളെ ദൈവങ്ങൾക്കായി ബലി തർപ്പിക്കുക എന്ന് പറയുന്നത് പോലെ, ആടിനെ അറുത്ത് ദാനം ചെയ്യുക, ബലി അറുക്കുക എന്ന് പറഞ്ഞതുപോലെ സ്വന്തം അടിമകളെ ആ അടിമത്തത്തിൽ നിന്ന്, സ്വന്തം സമ്പത്ത് എന്നതിൽ നിന്ന് മോചിപ്പിച്ച് വിടുക. അവർ പിന്നെ വേറെ ആരുടെയെങ്കിലും അടിമകളായിട്ടോ അല്ലെങ്കിൽ പൊതു അടിമകളായിട്ടോ മാറും. അങ്ങനെ സ്വന്തം അടിമയെ മോചിപ്പിച്ച് വിടുക എന്നതും ഒരു പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ യുദ്ധത്തിലും മറ്റും തടവുകാരായി പിടിച്ചു കൊണ്ടെന്നുള്ള അതുവരെ സ്വതന്ത്രരായി ജീവിച്ചിരുന്ന ആളുകളെ അവരുടെ വില അവരിൽ നിന്ന് തന്നെ ഈടാക്കിക്കൊണ്ട് മോചിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ആ കാലത്ത്. കാരണം ഒരു ഗോത്രത്തെ കീഴടക്കി ആ ഗോത്രത്തിലുള്ള ആളുകൾ അടിമകളായി പിടിച്ചുകൊണ്ടെന്നാൽ ആ ഗോത്രക്കാർ തന്നെ പിന്നെ ആ പിടിച്ചുകൊണ്ടെന്ന അടിമകളുടെ വില കൊടുത്തിട്ട് തിരിച്ച് വാങ്ങിക്കൊണ്ടുപോയിട്ട് അവരെ മോചിപ്പിക്കുമായിരുന്നു. അതിനു പകരം പൈസ വാങ്ങാതെ അങ്ങനെയുള്ള ആളുകളെ മോചിപ്പിക്കുന്നത് ഒരു പുണ്യകർമ്മമാണ് എന്ന്
ജാഹിലിയ കാലത്ത് മക്കയിലുള്ള അറബികൾ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്തു വന്നിരുന്നതാണ്. ഇസ്ലാം കൊണ്ടുവന്ന മുഹമ്മദ് നബി നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമേ അല്ല അത്. അതിന് തെളിവ്, വ്യക്തമായ തെളിവ് ഹദീസുകളിലുണ്ട്. കാരണം നബിയോട് തന്നെ മക്കക്കാരായ ആളുകൾ, പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ മുശ്രിക്കുകളായിരുന്ന കാലത്ത്, ജാഹിലിയ കാലത്ത് ഞങ്ങൾ ഇത്ര അടിമമോചനം നടത്തിയിട്ടുണ്ട്, അതിൻ്റെ കൂലി, അന്നത്തെ കൂലി മുൻകാല പ്രാബല്യത്തോടെ ഞങ്ങൾക്ക് കിട്ടുമോ നബിയെ എന്ന് നബിയോട് വന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾക്ക് നിങ്ങൾ ഇസ്ലാമിൽ വന്ന സ്ഥിതിക്ക് അതിൻ്റെയും കൂടെ പൂർവ്വകാല പ്രാബല്യം നിങ്ങൾക്ക് കിട്ടും എന്ന് നബി മറുപടി പറയുന്ന ഹദീസുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നബി ഇസ്ലാമും കൊണ്ട് വരുന്നതിന് മുമ്പ് തന്നെ ജാഹിലിയ അറബികൾക്കിടയിൽ അടിമമോചനം ഒരു പുണ്യകർമ്മമായി കണക്കാക്കിയിരുന്നു എന്നാണ്. അത് പലതരത്തിലുള്ള അടിമമോചനം, പാപം ചെയ്താൽ അതിന് പ്രായശ്ചിത്തമായിട്ട്, പശ്ചാത്താപമായിട്ടും പ്രായശ്ചിത്തമായിട്ടും അടിമയെ മോചിപ്പിക്കുക. അതുപോലെ യുദ്ധത്തിൽ തടവുകാരായി പിടിച്ചുകൊണ്ടെന്ന അടിമകളെ അവരുടെ വില ആ ഗോത്രക്കാരിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് മോചിപ്പിക്കുന്നതിന് പകരം ഒരു സൗജന്യം എന്ന നിലക്ക് പുണ്യം കിട്ടാൻ വേണ്ടി മോചിപ്പിക്കുക. ഇതൊക്കെ അന്ന് പുണ്യമായിട്ട് കരുതിയിരുന്നു. അത് മുഹമ്മദ് നബിക്ക് കണ്ടും ആചരിച്ചും ശീലമുള്ളൊരു കാര്യം ഇവിടെ പകർത്തി വെച്ചു എന്നല്ലാതെ അടിമത്തം ഇല്ലാതാക്കാൻ കൊണ്ടുവന്ന ഒരു ഏർപ്പാടേ അല്ലാതെ. ഏതുപോലെ ഇപ്പോൾ പശുവിനെ അല്ലെങ്കിൽ ആടിനെ അല്ലെങ്കിൽ ഒട്ടകത്തിനെ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതിനെ ബലി അറുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒട്ടകം വളർത്തുന്ന സമ്പ്രദായം ഇല്ലാതാക്കാനുള്ള ആദ്യഘട്ടമല്ലല്ലോ. അല്ലെങ്കിൽ ആട് വളർത്തൽ എന്ന് പറയുന്ന സമ്പ്രദായത്തെ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ ആടിനെ ദാനം ചെയ്യാൻ പറഞ്ഞത്, ആടിനെ ബലിയർക്കാൻ പറഞ്ഞത്. അത് പുണ്യം കിട്ടാൻ വേണ്ടി സമ്പത്ത് ത്യജിക്കുക എന്ന അർത്ഥത്തിൽ മാത്രം പറഞ്ഞതാണ്. അതേപോലെ പുണ്യം കിട്ടാൻ വേണ്ടി സമ്പത്ത് ത്യജിക്കലാണ് അടിമമോചനം എന്നത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാം ഘട്ടം നടപ്പിലാക്കാൻ വന്നതാണ് എങ്കിൽ പടച്ചോൻ എന്താ പറയേണ്ടത്? അടിമ സമ്പ്രദായം ശരിയല്ല, അത് നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ആ നിരോധിച്ച എല്ലാ ഘട്ടവും ഖുർആനിൽ കാണണം. മദ്യം നിരോധിച്ചതിൻ്റെ 3 ഘട്ടം ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. ഇവിടെ ഒന്നാം ഘട്ടം പോലും ഖുർആനിലില്ല. അത് തെറ്റാണെന്ന് പറയുന്ന ഒരു വാചകവും ഇല്ല. മദ്യം പൈശാചികമാണ്, അത് തെറ്റാണ് എന്ന് പറയുന്ന വാചകം ഖുർആനിലുണ്ട്. അത് നിരോധിച്ച 1-ാം ഘട്ടവും 2-ാം ഘട്ടവും 3-ാം ഘട്ടവും ഖുർആനിലുണ്ട്. അപ്പോൾ അടിമത്തം നിരോധിക്കാൻ, ഘട്ടം ഘട്ടമായി നിരോധിക്കാൻ ഉദ്ദേശിച്ച ഒരു ദൈവത്തിൻ്റെ ഒടുക്കത്തെ കിതാബിൽ നമ്മൾ എന്ത് കാണണം? അടിമത്തം തെറ്റാണ് എന്ന് പറയുന്ന ഒരു വാചകം കാണണം. അത് നിരോധിക്കുന്നതിൻ്റെ 1-ാം ഘട്ടം കാണണം, 2-ാം ഘട്ടം കാണണം, അവസാന ഘട്ടവും കാണണം. ആ ഘട്ടമൊന്നും ഈ ഖുർആനിൽ കാണുന്നില്ലെങ്കിൽ പിന്നെ ലോകാവസാനം വരേക്കുള്ള ഒടുക്കത്തെ കിതാബും തന്നു പോയിട്ട് പിന്നെ ആരാണ് അടിമത്തം ഇല്ലാതാക്കാൻ പോകുന്നത്? ദൈവത്തിൻ്റെ പേരിൽ അടിമത്തം ഇല്ലാതാക്കി. മനുഷ്യന്മാരില്ലാതാക്കിയപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ആരാണ്? ഈ പടച്ചോൻ്റെയും കിതാബിൻ്റെ ആൾക്കാരാണ്. ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെയും അറബ് രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ അടിമത്തം നിലവിലുണ്ട്. അടിമത്തം ഏറ്റവും അവസാനം നിരോധിക്കാൻ നിർബന്ധിതരായി നിരോധിച്ച രാജ്യങ്ങളുടെ പട്ടികകൾ എടുത്ത് നോക്കുക, ഇസ്ലാമിക രാജ്യങ്ങളാണ്. എന്താ അതിൻ്റെ കാരണം? അവരുടെ കിതാബിൽ അടിമത്തം ഹലാലായ ഒരു കാര്യം നിരോധിക്കാൻ പറഞ്ഞപ്പോൾ അത് അള്ളാഹ്ക്കും മതത്തിനും എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാനാണ് ഇസ്ലാമിസ്റ്റുകൾ ലോകമെമ്പാടും മെനക്കെട്ടിട്ടുള്ളത്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയാണ് ഈ മതം അടിമത്തം ഇല്ലാതാക്കിയെന്ന്. ഇതാണ് പറയുന്നത്. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ നടത്തുന്ന ഉരുളലും മറിച്ചിലും അതിൻ്റെ കോമഡികളും നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ അടിമത്തം തന്നെ തെറ്റാണ് എന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്നും ഇവിടെ മലക്കത്തു അയ്മാനിക്കും എന്ന് പറഞ്ഞാൽ അടിമകളല്ല എന്നും വാദിക്കാൻ ശ്രമിച്ച ആദ്യത്തെ കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതൻ CN അഹമ്മദ് മൗലവിയാണ്. മൂപ്പരാണ് ആദ്യമായിട്ട് ഖുർആന് മലയാള തഫ്സീർ എഴുതിയത്. മൂപ്പര് മലയാളത്തിൽ പരിഭാഷ എഴുതിയതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് എല്ലാം പരിഭാഷ ഉണ്ടാക്കേണ്ടി വന്നത്. കാരണം മൂപ്പര് ഇസ്ലാമിൻ്റെ ഇതുപോലെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് സിദ്ധാന്തങ്ങളെ യുക്തി കൊണ്ട് ചോദ്യം ചെയ്യുകയും ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസത്തിന് തന്നെ വലിയ പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഏൽപ്പിച്ച പരിക്കിൽ നിന്ന് ഇസ്ലാമിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ് ബാക്കിയുള്ള എല്ലാ തഫ്സീറുകളും. അതിൽ മമാനി മൗലവിയുടെ മുജാഹിദ് തഫ്സീറും കൂറ്റനാട് എഴുതിയിട്ടുള്ള സുന്നി തഫ്സീറും പിന്നെ മൗദൂദിയുടെ തഫ്സീറും ഒക്കെ ഈ CN അഹമ്മദ് മൗലവിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ പുരോഗമനവാദം പറഞ്ഞ പണ്ഡിതന്മാർക്കും മറുപടികളാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ മലക്കത്തു അയ്മാനിക്കും എന്ന് പറഞ്ഞ വാക്യത്തിന് അടിമയല്ല എന്ന് വാദിക്കാൻ ശ്രമിച്ച CN അഹമ്മദ് മൗലവിക്ക് മറുപടിയായിട്ട് അമാനി മൗലവി എഴുതി വെച്ച ഒരു ഖണ്ഡിക ഞാൻ വായിക്കാം. ഗുഹ്യസ്ഥാനം സൂക്ഷിക്കലാണ് 4-ാമത്തെ കാര്യം.
സ്വന്തം ഭാര്യമാരുടെ അടുക്കലോ മതത്തിൽ അനുവദിക്കപ്പെട്ട പ്രകാരം അടിമകളിൽ നിന്ന് അവിടെ ഒന്ന് വെള്ളം ചേർക്കാൻ വേണ്ടി അമാനി മൗലവി ധർമ്മിണികളായി സ്വീകരിച്ചിട്ടുള്ളവരുടെ അടുക്കലോ എന്നും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. അടിമ സ്ത്രീ ധർമ്മിണി ആവണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. ഏത് അലവലാതി അടിമ സ്ത്രീ ആണെങ്കിലും അവരെയൊക്കെ ഭോഗിക്കാനുള്ള അനുവാദം ഇസ്ലാമിലുണ്ട്. അടിമകളിൽ നിന്ന് ധർമ്മിണികളായി സ്വീകരിച്ചിട്ടുള്ളവരുടെ അടുക്കലോ അല്ലാതെ ലൈംഗികമായ യാതൊരു ഇടപാടും അവർ ചെയ്യുകയില്ല എന്നർത്ഥം. അനുവദിക്കപ്പെട്ട ഈ 2 മാർഗങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ടുള്ള അവിഹിത ജീവിതം ഇസ്ലാമിൽ വെറുക്കപ്പെട്ടതാണ്. ഈ 2നും പുറമെയുള്ള ലൈംഗിക ഇടപാടുകളാകട്ടെ വ്യഭിചാരവൃത്തിയുമാകുന്നു. അതുകൊണ്ടാണ് ഈ 2 കൂട്ടരുമായി ഇടപെടുന്നതിനെപ്പറ്റി ആക്ഷേപിക്കുവാനില്ലെന്നും അതിനപ്പുറം ആവശ്യപ്പെടുന്നവരാണ് അതിരുവിട്ടവരെന്നും അള്ളാഹു പ്രത്യേകം പ്രസ്താവിച്ചത്. 4 ഭാര്യമാരെയും അതിനു പുറമെ അടിമ ധർമ്മിണികളെയും ആവശ്യം വന്നാൽ സ്വീകരിച്ചു കൊള്ളുവാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഇതു സംബന്ധമായ വിശദ നിയമങ്ങളും നിബന്ധനകളും നബിയുടെ ഹദീസുകളിലും ഫിഖ്ഹിൻ്റെ കർമ്മശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും കാണാവുന്നതാണ്. ബഹുഭാര്യത്വം പഴഞ്ചനും അപരിഷ്കൃത വഴക്കവുമാണെന്ന് ഘോഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നാട്ടാചാരമോ മതാചാരമോ അനുവദിക്കായിക നിമിത്തമോ അനഭിലഷണീയമായ പ്രേമബന്ധങ്ങളെയും വ്യഭിചാരശാലകളെയും അഭയം പ്രാപിക്കുവാൻ നിർബന്ധിതമാക്കുന്ന ഇന്നത്തെ ആധുനിക ലോക സമ്പ്രദായം ഇസ്ലാമിക നിയമത്തെ കൂടുതൽ യുക്തമാക്കി കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മാ മലക്കത്തു ഐമാനുഹും എന്ന വാക്കിനാണ് അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന് തർജ്ജമ കൊടുത്തത്. അവർ ഉടമപ്പെടുത്തി എന്ന ഉദ്ദേശ്യത്തിലുള്ള ഒരു അലങ്കാര പ്രയോഗമാണിത്. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ശേഷം അടിമകളാക്കി അധീനത്തിൽ വെക്കപ്പെട്ടവർക്ക് സ്ത്രീയായാലും പുരുഷനായാലും വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന് പറയപ്പെടും. ഇത് ഖുർആനിലും മറ്റ് പലയിടത്തും സാധാരണ കാണപ്പെടുന്ന ഒരു പ്രയോഗശൈലിയാകുന്നു. അവരുടെ ഉടമസ്ഥാവകാശമെന്ന അർത്ഥത്തിൽ മലക്കത്തു യമീൻ വലങ്കൈ ഉടമസ്ഥത എന്നും അറബിയിൽ പറയപ്പെടുന്നതാണ്. കൂടുതൽ വിവരം ഈ സൂറയുടെ അവസാനം ചേർത്ത 1-ാം വ്യാഖ്യാനക്കുറിപ്പിൽ കാണാം. ഇനി നമ്മൾ 1-ാം വ്യാഖ്യാനക്കുറിപ്പിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ഇനിയാണ് CN അഹമ്മദ് മൗലവിക്കുള്ള മറുപടി പറയുന്നത്. ഈ വ്യാഖ്യാനക്കുറിപ്പിൽ സ്ഥാപിത താൽപ്പര്യത്തിനനുസരിച്ച് ഖുർആനെ വ്യാഖ്യാനിക്കാറുള്ള ചിലർ മാ മലക്കത്തു ഐമാനുകും എന്ന വാക്കിന് അവരുടെ നിയന്ത്രണത്തിൻ കീഴിൽ ജീവിക്കുന്നവർ എന്ന് അർത്ഥം കൊടുത്തു കാണുന്നു. ഇങ്ങനെയാണ് ആ വാക്കിന് അർത്ഥം നൽകേണ്ടതെന്നും അവർ പ്രസ്താവിക്കുന്നു. ഇതിന് കാരണമായി 2 വാദങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. 1, അതൊരു അലങ്കാര പ്രയോഗം മജാസ് ആണ്. 2, ഇസ്ലാമിൽ ഒരു പ്രകാരത്തിലുള്ള അടിമത്വവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ആകയാൽ അടിമത്വം ധ്വനിക്കുന്ന അർത്ഥം കൊടുക്കാവതല്ല എന്നും. എങ്കിലും ഇതേ കൂട്ടർ തന്നെ ഈ വാക്കിന് ചിലപ്പോൾ അവരുടെ കൃതികളിൽ സൂറത്തു നിസാ 3, 24, 25 എന്നീ ആയത്തുകളിൽ കൊടുത്തു കാണുന്നത് നാം കൽപ്പിച്ചിട്ടുള്ള അതേ അർത്ഥം തന്നെയാണ് താനും. ഒരിടത്ത് ഉടമസ്ഥതയിൽ വന്നു ചേർന്നിട്ടുള്ള സ്ത്രീകൾ എന്നും മറ്റൊരിടത്ത് ഉടമസ്ഥതയിലുള്ള സ്ത്രീകൾ എന്നും മൂന്നാമതൊരിടത്ത് ഉടമപ്പെടുത്തിയിട്ടുള്ള അടിമ സ്ത്രീകൾ എന്നും അർത്ഥം പറഞ്ഞിരിക്കുന്നു. ഈ വാക്കുകൾ തമ്മിൽ അല്പാൽപ്പം അക്ഷരവ്യത്യാസമുണ്ടെങ്കിൽ കാര്യത്തിൽ വ്യത്യസ്തങ്ങളല്ല. എന്തോ കാരണത്താൽ അവിടങ്ങളിൽ അങ്ങനെയെല്ലാം ആലോചിക്കാതെ മുമ്പ് പറഞ്ഞു പോയതുകൊണ്ടായിരിക്കാം ഒരു പ്രകാരത്തിൽ ആ വാക്കിന് വലങ്കൈകൾ ഉടമപ്പെടുത്തിയത് എന്നും തർജ്ജമ കൊടുക്കാമെന്ന് ഇവിടെ എത്തിയപ്പോൾ അവർ പതുക്കെ സമ്മതിച്ച് കാണുന്നത്. ഏതായാലും അധീനത്തിൽ കീഴിൽ ജീവിക്കുന്നവർ എന്നാണ് പോൽ ശരിയായ തർജ്ജമ. ഭാര്യമാരിൽ പെട്ട ഒരു വിഭാഗം തന്നെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശം എന്നിവർ വാദിക്കുന്നു. ഇത് മൊത്തം ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ആവശ്യമുള്ളവർക്ക് അത് പോസ് ചെയ്തിട്ട് മുഴുവൻ വായിക്കാം. ഞാൻ അതിൻ്റെ മറ്റൊരു ഖണ്ഡിക കൂടെ വായിക്കാം. ഈ വാക്കിൻ്റെ മാ മലക്കത്തു ഐമാനുഹും അർത്ഥം മാറ്റുവാനും അതിന് ഇത്തരം ദുർവ്യാഖ്യാനം നൽകുവാനുമുള്ള 1-ാമത്തെ കാരണത്തെക്കുറിച്ചാണ് നാം ഇതുവരെ സംസാരിച്ചത്. ഇത്രയെല്ലാം പാടുപെട്ടും വളച്ചു തിരിച്ചും ലജ്ജാവഹമായ ന്യായം പറയുവാൻ സാഹസപ്പെട്ടത് വാസ്തവത്തിൽ 2-ാമത്തെ കാരണത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി മാത്രമാണ്. കാലത്തിൻ്റെ ഒഴുക്കും. ഇനി ശ്രദ്ധിക്കുക, അമാനി മൗലവി CN അഹമ്മദ് മൗലവിക്ക് മറുപടിയായിട്ട് പറയുന്ന കാര്യം, കാലത്തിൻ്റെ ഒഴുക്കും ആധുനിക ലോകത്തിൻ്റെ ഹിതവും അനുസരിച്ച് പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനും അതിനോട് യോജിപ്പിച്ച് ഖുർആനെയും ഇസ്ലാമിനെയും തങ്ങളുടെ വശത്താക്കുവാനും ശ്രമിക്കുന്ന ഒരു പതിവ് ഇന്ന് പലരിലും കാണാറുള്ളതാണ്. ഇസ്ലാം ശരീഅത്ത് പുനഃപരിശോധിച്ച് പരിഷ്കരിപ്പിക്കുവാനും
നാളിതുവരെ ഒരൊറ്റ മുസ്ലിമിനും ഭിന്നാഭിപ്രായം തോന്നാത്ത ചില മതനിയമങ്ങൾക്ക് രൂപഭേദം വരുത്തുവാനും മുസ്ലിം സമുദായത്തിൽ തന്നെ ഉൾപ്പെടുന്ന ചിലരുടെ ശുദ്ധീകരണ പ്രസ്ഥാനങ്ങൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ. അക്കൂട്ടത്തിൽ ഒന്നത്രേ ഇസ്ലാമിൽ യാതൊരു പ്രകാരത്തിലുമുള്ള അടിമത്വവും അംഗീകരിക്കപ്പെടുക ഉണ്ടായിട്ടില്ല എന്നും ഇതു സംബന്ധമായി ഖുർആനിൽ കാണപ്പെടുന്ന പ്രസ്താവനകളത്രയും ഇതുവരെ മുസ്ലിങ്ങൾ പൊതുവിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുമുള്ള വാദങ്ങളും. ഇനി ഇതിനേക്കാളും ഭീകരമായിട്ട് അമാനി മൗലവി അടിമത്തത്തെ ന്യായീകരിക്കുന്ന ഒരു ഭാഗം സൂറത്തുൽ അഹ്സാബിൻ്റെ അവസാനം വ്യാഖ്യാനക്കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ആ അധ്യായം ചർച്ച ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയാം. അതിൽ ഇസ്ലാം അടിമത്തത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ അമാനി മൗലവി തുറന്നടിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമാനി മൗലവിയുടെ ഈ തഫ്സീർ പിൻവലിക്കണമെന്നും അതിൽ മാറ്റങ്ങൾ വേണമെന്നും ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുകയും അതനുസരിച്ച് അമാനി മൗലവിയുടെ തഫ്സീർ പിൻവലിച്ചതായിട്ട് ചില വിഭാഗങ്ങൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെയും ആളുകൾ മതം വിട്ടുപോകുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ട് CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞിരുന്ന പരിഷ്കരണവാദങ്ങൾ തന്നെയാണ് ഇന്ന് എടുക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈ അമാനി മൗലവിയുടെ പ്രസ്ഥാനത്തിൽ തന്നെ ഇന്ന് ഒരുപാടുണ്ട് എന്നതുകൊണ്ട് അവർ അമാനി മൗലവിയെ മൂടി വെക്കാൻ ശ്രമിക്കുന്ന കോമഡിയും ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ അമാനി മൗലവിയോടെ മാറ്റിവെച്ചിട്ട് നമ്മുടെ മൗദൂദി എന്ത് പറയുന്നു എന്ന് കാണിച്ചു തരാം. ഈ വാക്യത്തിന് വ്യാഖ്യാനം നൽകിക്കൊണ്ട് മൗദൂദി കൊടുത്തിട്ടുള്ളതാണ് ഇനി വായിക്കുന്നത്. ഗുഹ്യതകൾ സൂക്ഷിക്കുക എന്ന നിയമത്തിൽ നിന്ന് 2 വിഭാഗത്തെ പൊതുവിൽ ഒഴിവാക്കിയിരിക്കുന്നു. 1 അസ്വാജ് ഭാര്യമാർ, 2 മലക്കത്തു ഐമാനുഹും ഉടമസ്ഥതയിലുള്ള സ്ത്രീകൾ. അറബി ഭാഷയിലെ സാധാരണ പ്രയോഗമനുസരിച്ച് അസ്വാജ് എന്ന് പറയുന്നത് നിയമാനുസൃതമായി വിവാഹം ചെയ്ത സ്ത്രീകളെയാകുന്നു. മലക്കത്തു ഐമാനുഹും എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയിലുള്ള അടിമ എന്നാണ്. അതിനാൽ വിവാഹം ചെയ്ത വധുവുമായി എന്ന പോലെ തന്നെ ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീയുമായും ലൈംഗിക ബന്ധം അനുവദനീയമാണ് ഈ സൂക്തം വ്യക്തമാക്കുന്നു. ആ അനുവദനീയതയുടെ അടിസ്ഥാനം വിവാഹമല്ല ഉടമാവകാശമാകുന്നു എന്നും സ്പഷ്ടമാണ്. വിവാഹമെന്ന ഉപാധി അവരുടെ കാര്യത്തിലും ബാധകമായിരുന്നെങ്കിൽ അവരെ ഭാര്യമാരിൽ നിന്ന് വേർതിരിച്ച് പറയേണ്ട ആവശ്യമുണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിക്കാഹ് ചെയ്യപ്പെട്ട അവസ്ഥയിലാകുമ്പോൾ ഭാര്യമാർ എന്നതിൽ അവരും ഉൾപ്പെടുമല്ലോ. ആധുനികരായ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീകളെ അനുഭവിക്കാനുള്ള അനുവാദത്തെ നിഷേധിക്കുന്നുണ്ട്. സൂറത്തു അന്നിസായിലെ 25-ാം സൂക്തത്തിലെ വാക്യത്തെ ആധാരമാക്കി ഉടമസ്ഥതയിലുള്ള സ്ത്രീകളെയും ആസ്വദിക്കുന്നത് നിക്കാഹിലൂടെ മാത്രമേ അനുവദനീയമാകൂ എന്ന് സ്ഥാപിക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. സ്വതന്ത്ര കുടുംബങ്ങളിലെ കുലസ്ത്രീകളെ വിവാഹം ചെയ്യാൻ സാധ്യമാകുന്ന സാമ്പത്തിക അവസ്ഥ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അടിമ സ്ത്രീകളെ വിവാഹം ചെയ്തുകൊള്ളുക എന്ന് വിധിച്ചിട്ടുണ്ടല്ലോ അതിൽ. പക്ഷേ ഈ വിഭാഗത്തിന് അത്ഭുതകരമായ ഒരു പ്രത്യേകതയുണ്ട്. ഒരു സൂക്തത്തിൻ്റെ ഒരു ഭാഗത്ത് ഉദ്ദിഷ്ട വിവക്ഷിതമുണ്ടെങ്കിൽ അത് പൊക്കിപ്പിടിക്കുകയും അവരുടെ വാദഗതിക്ക് വിരുദ്ധമായ ആശയമുള്ള അതേ സൂക്തത്തിൻ്റെ മറ്റേ ഖണ്ഡം വിസ്മരിച്ചു കളയുകയുമാണത്. പ്രസ്തുത സൂക്തത്തിൽ അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യുവാൻ അനുവാദം നൽകുന്ന പദങ്ങൾ ഇവയാണ്: അവരെ അവരുടെ രക്ഷാധികാരിയുടെ അനുമതിയോടെ നിങ്ങൾ വിവാഹം ചെയ്തുകൊള്ളുക, അവർക്ക് ന്യായമായ വിവാഹമൂല്യം നൽകുകയും ചെയ്യുക. ഇവിടെ പരാമർശിക്കുന്നത് അടിമ സ്ത്രീയുടെ ഉടമയുടെ കാര്യമല്ല, മറിച്ച് സ്വതന്ത്ര സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിൻ്റെ സാമ്പത്തിക ഭാരം താങ്ങാൻ കഴിവില്ലാതെ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള ഭൃത്യയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്വതന്ത്ര പുരുഷൻ്റെ കാര്യമാണ് എന്ന് പ്രസ്തുത പദങ്ങൾ വ്യക്തമായും വിളിച്ചോതുന്നുണ്ട്. അല്ലാതെ അടിമ സ്ത്രീയും തൻ്റെ ഉടമയും തമ്മിലുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ സമ്മതം നൽകാൻ ഉത്തരവാദപ്പെട്ട രക്ഷാധികാരി ആരാണ്? പക്ഷേ ഖുർആൻ കൊണ്ട് കളിക്കുന്നവർ അൻകിഹുഹുന്ന എന്ന വാക്യത്തെ മാത്രം സ്വീകരിക്കുകയും അതിനുശേഷമുള്ള ഇതിന് അഹ്ലിഹിന്ന എന്ന വാക്യത്തെ അവഗണിച്ച് തള്ളുകയും ചെയ്യുന്നു. കൂടാതെ അവർ ഒരു സൂക്തത്തിൽ നിന്ന് അതേ വിഷയത്തെ സംബന്ധിക്കുന്ന മറ്റ് ഖുർആൻ സൂക്തങ്ങളെ ഖണ്ഡിക്കുന്ന ആശയം നിഷ്പന്ദിക്കുകയും ചെയ്യുന്നു. വല്ലവരും തങ്ങളുടെ സ്വന്തം ചിന്തകളെയല്ലാതെ വിശുദ്ധ ഖുർആനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ സൂറ അൽ മുഅ്മിനൂനിലെ ഈ സൂക്തത്തെ സൂറ അൻ-നിസാ 3:25, അൽ അഹ്സാബ് 50-52, അൽ മആരിജ് 30 എന്നീ സൂക്തങ്ങളുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ വിഷയകമായ ഖുർആനിക നിയമം എന്തെന്ന് അപ്പോൾ സ്വയം ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ.
ഈ പ്രശ്നത്തിൻ്റെ സുദീർഘമായ വിശദീകരണത്തിന് തഫ്ഹീമുൽ ഖുർആൻ 1-ാം വാള്യം, അന്നിസാ വ്യാഖ്യാനക്കുറിപ്പ് 44, തഫ്ഹീമാത്ത് വാള്യം 2, റസായിൽ വ മസായിൽ വാള്യം 1 എന്നിവ കാണുക. ഇവിടെ CN അഹമ്മദ് മൗലവിയെ പോലുള്ള ആളുകൾ വാദിച്ചത് ഖുർആനിലെ അന്നിസായിൽ സാമ്പത്തികമായി ശേഷിയില്ലാത്തവർ അടിമ സ്ത്രീകളെ അവരുടെ ഉടമസ്ഥരുടെ അനുവാദത്തോടെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് അടിമ സ്ത്രീകളെയും വിവാഹം ചെയ്തെങ്കിലേ ഭോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചു. ആ സമർത്ഥനത്തിൻ്റെ കള്ളത്തരങ്ങളാണ് ഇവിടെ മൗദൂദി പൊളിച്ചു കാണിക്കുന്നത്. അവിടെ പറഞ്ഞത് സ്വന്തം ഉടമസ്ഥതയിലുള്ള അടിമകളുടെ കാര്യമല്ല എന്നും ഒരു സ്വതന്ത്ര സ്ത്രീയെ മഹർ കൊടുത്ത് കല്യാണം കഴിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള അടിമ പെണ്ണിനെ അയാളുടെ അനുവാദത്തോടു കൂടി വിവാഹം ചെയ്യാം എന്നുമാണ് പറഞ്ഞത്. അപ്പോൾ മറ്റൊരാളുടെ അടിമ സ്ത്രീയെ ഉടമസ്ഥൻ്റെ അനുവാദത്തോടു കൂടി ഒരാൾക്ക് വിവാഹം ചെയ്യാം, അത് പറയുന്നുണ്ട്. അത് കർമ്മശാസ്ത്രത്തിലും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു അടിമ സ്ത്രീ ഉണ്ടെങ്കിൽ എൻ്റെ അടിമ സ്ത്രീയെ വേണമെങ്കിൽ എനിക്ക് വേറൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാം. പക്ഷേ അയാൾ വിവാഹം ചെയ്താലും അയാളുടെ ഭാര്യ ആയിരിക്കെ തന്നെ എനിക്ക് ആ സ്ത്രീയുമായി ബന്ധപ്പെടാനുള്ള അനുവാദമുണ്ട്. അപ്പോൾ ഉടമക്കും ബന്ധപ്പെടാം, ഭർത്താവിനും ബന്ധപ്പെടാം. ആ രീതിയിൽ പാവപ്പെട്ട അടിമ സ്ത്രീകളെ മറ്റുള്ളവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അനുവാദമുണ്ടായിരുന്നു എന്നതാണ് ഈ ഖുർആൻ വാക്യത്തിൽ മനസ്സിലാവുന്നത്. പക്ഷേ അവിടെ അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് അടിമ സ്ത്രീകളെയും ഉപയോഗിക്കണമെങ്കിൽ അവരെ വിവാഹം ചെയ്യേണ്ടതുണ്ട് എന്ന പച്ചക്കള്ളമാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് CN അഹമ്മദ് മൗലവിയും അതുപോലെയുള്ള ചില ആൾക്കാരും. എന്നാൽ സ്വന്തം അടിമ സ്ത്രീയെ വിവാഹം ചെയ്യുന്നത് ഹറാമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഫത്തുവിൽ മുയിലും ഉംദയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സ്വന്തം അടിമ സ്ത്രീയെ വിവാഹം ചെയ്യൽ ഹറാമാണ്, പക്ഷേ വിവാഹം ചെയ്യാതെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാം. എന്നാൽ സ്വന്തം അടിമ സ്ത്രീയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്താലും അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശം ഈ ഉടമയ്ക്ക് കൂടിയുണ്ട്. ഭർത്താവുള്ള അടിമ സ്ത്രീയെയും ഉടമയ്ക്ക് ഭോഗിക്കാം എന്ന് പറയുന്ന ആയത്ത് അന്നിസായിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് വേറെ വിഷയമായിട്ട് ചർച്ച ചെയ്യാം. ഇനി മൗദൂദി തുടർന്ന് പറയുന്നു, ഇല്ലാ അലാ അസ്വാജിഹും ഔ മാ മലക്കത്തു ഐമാനുഹും എന്ന വചനത്തിലെ അല എന്ന പദം ഈ ആനുഷംഗിക വചനത്തിൽ പറഞ്ഞ നിയമം പുരുഷന്മാരോട് മാത്രം ബന്ധപ്പെട്ടതാണെന്ന് സ്പഷ്ടമാക്കുന്നു. ഇനി മൗദൂദി വിശദീകരിക്കുന്നത് മറ്റൊരു കോമഡിയാണ്. നിങ്ങളുടെ വലങ്കൈകൾക്ക് ഉടമപ്പെട്ടവർ എന്ന് അവരുമായിട്ട് നിങ്ങൾക്ക് ലൈംഗിക ബന്ധമാവാം എന്ന് പറയുന്നതിൽ അടിമകളെ സ്വന്തമായി ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഇത് ബാധകമല്ല എന്ന് വിശദീകരിക്കുകയാണ് ഇനിയിവിടെ മൗദൂദി ചെയ്യുന്നത്. ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള അനുവാദമാണെന്ന്. കാരണം അടിമകൾ പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും അടിമകളുണ്ടായിരുന്നു. ഇപ്പോൾ മുഹമ്മദ് നബിയുടെ ഭാര്യയ്ക്ക് അടിമ ഉണ്ടായിരുന്നു. ആ അടിമയാണ് സെയ്ദ് എന്ന് പറയുന്ന കുട്ടി. അതേപോലെ സ്ത്രീകൾക്കും അടിമകളെ വാങ്ങിക്കൊണ്ടെന്ന് സ്വന്തം സ്വത്തായിട്ട് ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ വാങ്ങിക്കൊണ്ടെന്ന അടിമ പുരുഷന്മാരുമായിട്ട് ആ ഉടമകളായ സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഖുർആൻ അനുവദിക്കുന്നില്ല എന്നാണ് മൗദൂദി സമർത്ഥിക്കുന്നത്. ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ ഉടമാവകാശത്തിലൂടെ ലൈംഗിക ബന്ധമാവാം നിങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. അത് പൊതുവിൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് ചരിത്രത്തിൽ നിന്ന് ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ് മൗദൂദി നമ്മളോട് പറയുന്നത് സ്ത്രീകൾക്ക് ഈ അനുവാദം ബാധകമല്ല എന്ന്. ആ സംഭവം എന്താണ് എന്ന് മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. ഞാൻ വായിക്കാം. ഖദ് അഫ്ലഹ മുതൽ ഖാലിദൂൻ വരെയുള്ള ബാക്കി സൂക്തങ്ങളിൽ പറഞ്ഞ വിധികൾ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സംഘത്തെ കുറിക്കുവാൻ അറബി ഭാഷയിൽ പുല്ലിംഗ സർവനാമം തന്നെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ലി ഫുറൂജിഹിം ഹാഫിദൂൻ എന്ന വിധിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അല എന്ന പദം ഉപയോഗിച്ചതിൽ നിന്ന് ഈ ഒഴിവാക്കൽ പുരുഷന്മാർക്ക് മാത്രം ബാധകമായതാണ്, സ്ത്രീകൾക്കല്ല എന്ന് വ്യക്തമായി. അവരിലും എന്നതിന് പകരം അവരിൽ നിന്നും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഈ വിധിയും സ്ത്രീക്ക് പുരുഷനും ബാധകമാകുമായിരുന്നു. ഈ സൂക്ഷ്മവശം ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഹസ്രത്ത് ഉമറിൻ്റെ കാലത്ത് ഒരു സ്ത്രീ തൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൃത്യനുമായി ലൈംഗിക വീഴ്ച നടത്താനിടയായത്. പ്രശ്നം സഹാബികളുടെ സദസ്സിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അവർ ഏകകണ്ഠമായി പ്രസ്താവിച്ചത് ഇങ്ങനെയാണ്: അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ അവർ തെറ്റായി ഗ്രഹിച്ചു എന്ന്.
ഇവിടെ ഈ ഒഴിവ് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണെങ്കിൽ പിന്നെ ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കൾ അനുവദനീയമാകുന്നത് എങ്ങനെയാണ് എന്ന സംശയം ആർക്കും ഉണ്ടാവേണ്ടതില്ല. കാരണം ഭാര്യമാരുമായുള്ള ഇടപാടിൽ ഭർത്താക്കൾ ഗുഹ്യഭാഗങ്ങൾ സംരക്ഷിക്കുക എന്ന വിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതോടെ ഭർത്താക്കളുമായുള്ള ഇടപാടിൽ ഭാര്യമാരും ഈ വിധിയിൽ നിന്ന് ഒഴിവാകുന്നു. അതിന് ഖണ്ഡിതമായ മറ്റൊരു അനുവാദം ആവശ്യമില്ല. കൂടാതെ ഈ ഒഴിവാക്കൽ വിധിയുടെ സ്വാധീനം പുരുഷന്മാരിലും അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ത്രീകളിലും മാത്രം പരിമിതമായി തീരുകയും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉടമസ്ഥതയിലുള്ള ഭൃത്യൻ നിഷിദ്ധനാവുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്ത്രീകൾക്ക് ഈ അനുവാദം ബാധകമല്ല എന്ന് സമർത്ഥിക്കുകയാണ് മൗദൂദി ഇവിടെ. ഇനി നമ്മളെ സുന്നി തഫ്സീറിൽ എഴുതി വെച്ച ഒരു ഖണ്ഡികം കൂടെ ഞാൻ വായിക്കാം. തിരുനബിയുടെ ആഗമനത്തിന് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് മുതലേ ലോകത്ത് സാർവത്രികമായി നിലവിലുണ്ടായിരുന്നതാണ് അടിമത്തം. പെട്ടെന്ന് ഉച്ചാടനം ചെയ്യാൻ മാത്രം ചെറിയതും കുറഞ്ഞതുമായിരുന്നില്ല അതിൻ്റെ വൃത്തവും എണ്ണവും. അതുകൊണ്ട് ഇസ്ലാം അത് അംഗീകരിക്കുകയും ഒപ്പം അടിമകളുടെ വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള വിവിധ മാർഗങ്ങൾ തുറന്നിടുകയും ചെയ്തു. ചുരുക്കത്തിൽ നിയമാനുസൃതമല്ലാത്ത രീതികളിൽ നിന്നെല്ലാം ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. മുഹിയുദ്ദീൻ ഷെയ്ഖ് സാദ എഴുതുന്നു, അപ്പോൾ ഭാര്യമാരെയും അടിമ സ്ത്രീകളെയും വിട്ട് അവിഹിത വഴികൾ തേടുന്നവർ അങ്ങേയറ്റം അതിക്രമകാരികളാണ്. കാരണം 4 വരെ ഭാര്യമാരെയും ആവശ്യമായ അടിമ സ്ത്രീകളെയും സൗകര്യപ്പെടുത്തുക വഴി അള്ളാഹു വലിയ വിശാലതയാണ് ചെയ്തിരിക്കുന്നത്. ആ വഴി ഉപയോഗപ്പെടുത്തിയില്ല എന്നതാണ് അവർ അക്രമകാരികളാണെന്ന് പറയാൻ കാരണം. അപ്പോൾ അള്ളാഹു വലിയ ഔദാര്യമാണ് ആരോട് കാണിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്? നമ്മളോട്. ആരാണ് ഈ നമ്മൾ? ആണുങ്ങൾ. എങ്ങനത്തെ ആണുങ്ങൾ? അടിമകളല്ലാത്ത സ്വതന്ത്രരായ ആണുങ്ങളോടും അള്ളാഹു വലിയ ഔദാര്യം കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന പടച്ചോൻ ആരെയാണ് സംബോധന ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാണ് ഈ കിതാബ് ഇറക്കിയിരിക്കുന്നത്? ആരോടാണ് ഈ ധാർമ്മികതയൊക്കെ വിളിച്ചു പറയുന്നത്? മനുഷ്യരാശിയോടല്ല, ആണുങ്ങളോട് മാത്രമാണ്. ആണുങ്ങളോട് മുഴുവനുമല്ല. സ്വതന്ത്രരായ അടിമകളെ വെച്ചുകൊണ്ടിരിക്കുന്ന ഉടമകളായ ആണുങ്ങളോടാണ് അള്ളാഹു ഈ നീതിശാസ്ത്രം മുഴുവൻ പറയുന്നത്. എന്നിട്ട് മൗലിയാർ ഈ 21-ാം നൂറ്റാണ്ടിൽ അതിനെ ന്യായീകരിക്കുകയാണ്, നമ്മളോട് വിശാലത കാണിച്ചിരിക്കുന്നു. അത് പറയുമ്പോൾ ഈ മൗലിയാരെ മനസ്സിൽ മൗലിയാർ ഒരു ഉടമയായ പുരുഷനാണ് എന്നുള്ള ബോധം മാത്രമേ ഉള്ളൂ. എൻ്റെ മൗലിയാരെ, നിങ്ങൾ ഉടമയാവുമെന്നതിന് എന്തോ ഉറപ്പ്? അടിമത്വം നിലനിൽക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ അടിമയായിക്കൂടെ? നിങ്ങൾ അടിമ സ്ത്രീ ആയിക്കൂടെ? അപ്പോൾ ഒരു അടിമ പുരുഷനോ അടിമ സ്ത്രീയോ ആയിട്ടാണ് നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്നതെങ്കിൽ നിങ്ങളോട് ഈ പടച്ചോൻ ചെയ്ത നീതി എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് മനസ്സിലാവുന്നത്. നമ്മൾ അടിമത്ത കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഉടമകളായിക്കൊള്ളണം, ഉടമ പുരുഷന്മാരായിക്കൊള്ളണം എന്ന് എന്താ നിർബന്ധം? നമ്മളും അടിമകളായിക്കൂടെ? നമ്മളും അടിമ സ്ത്രീകളായിക്കൂടെ? നമ്മൾ ജീവിക്കുന്ന ഒരു ഗോത്രത്തെ വേറൊരു ഗോത്രം വന്ന് കീഴടക്കിക്കൊണ്ട് നമ്മളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടിമകളാണ്. നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ഗോത്രത്തിലുള്ള സ്ത്രീകൾ അവരുടെ വെപ്പാട്ടികളായി അടിമകളായി മാറുന്നു. ആ സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരെ കൂടിയ തടവുകാരായി പിടിച്ചുകൊണ്ട് പോയാലും അവരുടെ മുമ്പിലിട്ടിട്ടും ഈ പിടിച്ചുകൊണ്ട് പോയവർക്ക് അവരുടെ ഭാര്യമാരെ വ്യഭിചരിക്കാം, ബലാത്സംഗം ചെയ്യാമെന്നാണ് ഈ ഖുർആനിൽ പടച്ചോൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ബലാത്സംഗം ചെയ്യപ്പെടുന്ന അടിമകളാക്കപ്പെടുന്ന സ്ത്രീകൾ മനുഷ്യരാണ് എന്നും ഞാനും അങ്ങനെ ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നെങ്കിൽ എന്നും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു നിമിഷ നേരം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ തടവുകാരായി പിടിച്ചു കൊണ്ടുപോകപ്പെട്ട അടിമയാണ് നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് നിങ്ങൾ ഈ ഉടമകളായ പുരുഷന്മാരോട് അള്ളാഹു പറയുന്ന ഈ ന്യായവാദങ്ങളൊക്കെ എത്രത്തോളം മനുഷ്യത്വപരമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരടിമയായിരുന്നെങ്കിൽ, നിങ്ങൾ ഒരടിമ സ്ത്രീ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പടച്ചോൻ എന്ത് നീതിയാണ് നൽകുന്നത്? അവിടെ മനുഷ്യനോട് ചെയ്തിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു മഹാപാപത്തെയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ പടച്ചോൻ ന്യായീകരിച്ചു വെച്ചിട്ടുള്ളത്. എന്താ കാരണം? ഇത് പടച്ചോൻ എഴുതിയതല്ല, ഇത് പടച്ചോൻ താഴേക്ക് കെട്ടിയിറക്കിയതല്ല. പിന്നെ ആരാണ് ഇറക്കിയത്? അന്ന് ജീവിച്ചിരുന്ന ഉടമയായ, മറ്റുള്ളവരെ കൊള്ളയടിച്ച് പെണ്ണുങ്ങളെയൊക്കെ തട്ടിക്കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്യാൻ കൂട്ടുനിന്നിരുന്ന, നേതൃത്വം നൽകിയിരുന്ന ഒരു ഗോത്ര മനുഷ്യൻ്റെ പ്രാകൃതവും ക്രൂരവുമായിട്ടുള്ള പുരുഷാധിപത്യ ചിന്തയിൽ നിന്ന് രൂപപ്പെട്ട ആശയങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്.
അതാണ് ഇത് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ഇത് വായിക്കുമ്പോൾ, ചരിത്രബോധമുള്ള ഒരാൾ, യാഥാർത്ഥ്യബോധമുള്ള ഒരാൾ ഇത് വായിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പടച്ചോൻ ഇറക്കിയതാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ പടച്ചോനെ ഒരു തെമ്മാടിയാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും വലിയ തെമ്മാടിത്തം ഒരു പടച്ചോൻ മനുഷ്യനോട് പറയുമോ, സ്വന്തം സൃഷ്ടികളോട് പറയുമോ? നിങ്ങൾ അടിമകളായ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഭോഗിച്ചോളൂ, എനിക്ക് യാതൊരു ആക്ഷേപവും ഇല്ല എന്ന്. ഇത് വായിച്ചിട്ട് ഇത് ദൈവത്തിൻ്റെ കൃതിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ദൈവം നിങ്ങളെക്കാളൊക്കെ എത്രയോ മോശപ്പെട്ട ഒരു അധമനാണ്, ഒരു തെമ്മാടിയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവത്തിനെ ഒരു തെമ്മാടിയായി കാണാൻ പറ്റുന്നത്? ഇന്നൊരു മനുഷ്യന് ഇത് ചിന്തിക്കാൻ പറ്റുമോ? കാരണം ലോകത്ത് ഈ അടിമത്തൊക്കെ ഇല്ലാതായിട്ട് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞു പോയി. ഇന്ന് മനുഷ്യനത് കേൾക്കുന്ന, ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ നടന്നിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആത്മരോഷം വരികയാണ്. അത്രയും നീചമായ ഒരു കാര്യത്തെയാണ് ഇവിടെ പച്ചയായി ന്യായീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, സക്കാത്ത് കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, നിങ്ങൾ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഗുഹ്യസ്ഥാനം സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് വിശദീകരിച്ചതാണ് നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ അടിമ സ്ത്രീകളും ഒഴികെ. ആരാണ് ഈ നിങ്ങൾ? മനുഷ്യരാണോ? അല്ല, ഉടമകളായ പുരുഷന്മാർ മാത്രമാണ് അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ കിതാബ് ഇറക്കിയിട്ടുള്ളത്. മറ്റുള്ളവരെയൊന്നും അള്ളാഹു മനുഷ്യരായിട്ട് പരിഗണിച്ചിട്ടില്ല. മറ്റുള്ളവർക്കും അർഹിക്കുന്നതാണ് ഈ പറയുന്ന നീതിയും ന്യായവും ഒന്നും എന്ന് ഈ ദൈവം ചിന്തിച്ചിട്ടില്ല. കാരണം ഈ ദൈവത്തെ സൃഷ്ടിച്ചത് ഈ ക്രൂരനായ ഉടമയായ ഒരു പുരുഷൻ്റെ നെറികെട്ട മനസ്സ് മാത്രമാണ് എന്നതാണ് അവിടെ തെളിയിക്കപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ഖുർആൻ വായിച്ചപ്പോൾ 18ാമത്തെ വയസ്സിൽ തന്നെ ഇത് പടച്ചോൻ്റെ പുസ്തകമല്ല എന്ന് പറഞ്ഞ് വലിച്ച് ദൂരേക്കെറിയാൻ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് തോന്നിയത്. ഇനി 8ാമത്തെയും 9ാമത്തെയും വാക്യം: തങ്ങളുടെ അനാമത്തുകളെയും തങ്ങൾ ചെയ്ത ഉടമ്പടികളെയും സൂക്ഷിക്കുന്നവരും നമസ്കാരങ്ങളിൽ കൃത്യനിഷ്ഠയുള്ളവരും ആണ് അവർ. ആര്? ഈ സത്യവിശ്വാസികൾ, സ്വർഗത്തിൽ പോകാനുള്ള സത്യവിശ്വാസികളുടെ അടുത്ത ലക്ഷണമാണ് അനാമത്തുകളെ ഉടമ്പടികളെയും കാത്തു സൂക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞത്. ഈ ഉടമ്പടി കാത്തു സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്ത് ഗോത്ര സമൂഹത്തിലെ ആളുകൾ പാലിച്ചു വന്നിരുന്ന ഒരു മര്യാദയാണ്. പക്ഷേ മുഹമ്മദ് നബി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പാലിച്ചിട്ടില്ലാത്ത ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന് മുഹമ്മദ് നബിയുടെ ചരിത്രം നമ്മളോട് പറയുന്നു. വളരെ ആസൂത്രിതമായിട്ട് തന്നെ ഉടമ്പടികൾ ഉണ്ടാക്കി അത് ലംഘിച്ച് ചതി പ്രയോഗിച്ചുകൊണ്ടാണ് മുഹമ്മദ് തൻ്റെ സാമ്രാജ്യം പണിതത്, മക്കയെ കീഴടക്കിയത് എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ ഈ ഉപദേശം പോലും മുഹമ്മദിൻ്റെ ജീവിതത്തിൽ മാതൃകയായിട്ട് നമ്മൾ കാണുന്നില്ല. അടുത്തത് 10-11: അവർ തന്നെയാണ് അനന്തരാവകാശികൾ, അതായത് സ്വർഗത്തിൻ്റെ അനന്തരാവകാശികൾ, സ്വർഗത്തിലെ ഉന്നത മേഖലയായ ഫിർദൗസിൻ്റെ അനന്തരാവകാശമായി അത് കരസ്ഥമാക്കുന്നവർ. അവരതിൽ നിരന്തര വാസികളായിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വിജയം ഉറപ്പാണ്, അവർ സ്വർഗത്തിലായിരിക്കും എന്നാണ് ഈ 11 വാക്യങ്ങളിലൂടെ പറഞ്ഞത്. അതിൽ വിജയം കൈവരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ഈ ഒരു നെറികേട് പടച്ചോൻ്റെ പേരിലിവിടെ എഴുതി വച്ചിട്ടുള്ളത്. ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നവർ, സത്യവിശ്വാസികളിൽപ്പെട്ടവർ, അവർ തങ്ങളുടെ ഭാര്യമാരുടെയും അടിമ സ്ത്രീകളുടെയും കാര്യത്തിലൊഴികെ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ കുഴപ്പമുള്ളൂ. ഈ 2 കൂട്ടരെയായിട്ട് ബന്ധപ്പെട്ടാൽ യാതൊരു ആക്ഷേപവുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഭർത്താവ് ഉണ്ടെങ്കിലും തൻ്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ തനിക്ക് യുദ്ധത്തിൽ തടവുകാരിയായി കിട്ടിയ പെണ്ണിനെ ഭോഗിക്കുന്നതിൽ യാതൊരു ആക്ഷേപവുമില്ല എന്നാണ് ഈ നെറികെട്ട പടച്ചോൻ ഈ ഖുർആനിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ പറയൂ, ഇത് പടച്ചോൻ ഇറക്കിയ പുസ്തകമാണോ അതോ 6ാം നൂറ്റാണ്ടിൽ 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ക്രൂരനായ ഉടമയായ ഒരു ഗോത്ര മനുഷ്യൻ്റെ ധാർമ്മിക ചിന്തയിൽ നിന്ന് ഉരുവം കൊണ്ടതാണോ? ഈ ചോദ്യത്തിന് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് മനുഷ്യനിർമ്മിതമാണ്. ഇത് ദൈവം ഇറക്കിയതാണെങ്കിൽ ആ ദൈവത്തിന് മനുഷ്യരോട് ധാർമ്മികതയെക്കുറിച്ച് കമാ എന്ന് ഉച്ചരിക്കാൻ അർഹതയില്ല. ഇത് ദൈവം ഇറക്കിയതാണെങ്കിൽ ആ ദൈവത്തിന് ആരാധനയല്ല അർഹിക്കുന്നത്, ആ ദൈവം അർഹിക്കുന്നത് മറ്റെന്തോ ആണ്. അങ്ങനെ ഒരു ദൈവത്തെ
ആരാധിക്കാൻ ഒരിക്കലും മനുഷ്യത്വമുള്ള ഒരാൾക്ക് കഴിയില്ല. അങ്ങനെ ഒരു ദൈവത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ അയാളെ കരണക്കുറ്റിക്കിട്ട് അടിക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അടുത്ത വാക്യങ്ങൾ മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ചർച്ച ചെയ്യാം.